പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M2140 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. അതിലെങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിക്കാം, റീഫിൽ എങ്ങനെ ചെയ്യാം, പ്രിന്റ് എങ്ങനെ ചെയ്യാം, സ്കാൻ എങ്ങനെ ചെയ്യാം, എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ട്യൂട്ടോറിയലാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾ അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അവരുടെ ടെക്നീഷ്യൻ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഡെമോൺസ്ട്രേഷനും എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ വാറണ്ടി കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്. ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല ക്വാളിറ്റി കുറയുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഈ പ്രിൻ്ററിൽ ഉപയോഗിക്കുന്ന പേപ്പർ മാക്സിമം 80 GSM മിനിമം 80 GSM തന്നെ ആയിരിക്കണം. അതിൽ കുറയുകയോ കൂടുകയോ ചെയ്യരുത്. അങ്ങനെ ആയാൽ പേപ്പർ ജാമിന് സാധ്യതയുണ്ട്. കഴിയുന്നതും ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ട്രയൽ പേപ്പർ വെക്കുക. നാലാമത്തെ കാര്യം, പ്രിൻ്റർ പവർ ഓഫ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻ്ററിലുള്ള പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും പവർ ഷട്ട് ഡൗൺ ചെയ്യരുത്. അല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് ഒരിക്കലും പെട്ടെന്ന് പ്രിൻ്റർ ഓഫായി പോകരുത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിൻ്ററിൻ്റെ പവർ കേബിൾ, USB കേബിളെല്ലാം കണക്ട് ചെയ്യുന്ന പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിറക് വശത്താണ്. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റർ ഇങ്ക് ലെവൽ ഈ ടാങ്കിൻ്റെ ഈ ലാസ്റ്റ് ലൈനിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ഇങ്ക് ഫില്ല് ചെയ്തിരിക്കണം. അതിനാണ് ഇവിടെ ഫിസിക്കലായിട്ട് കമ്പനി ട്രാൻസ്പെറൻ്റായി ടാങ്കിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് ടാങ്കിൻ്റെ ഇത് ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത്. 005 സീരീസ് ഇങ്കാണ് ഈ മോഡലിന് വരുന്നത്. ആ സീരീസ് ഇങ്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല ക്ലാരിറ്റി കുറയുകയും ചെയ്യും. ബോട്ടിലിൻ്റെ ടോപ്പ് ഇതേപോലെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ടാങ്കിൻ്റെ ലോക്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾക്കിവിടെ ടാങ്കിൻ്റെ അവിടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ക് ഫില്ലാവുന്ന സ്ഥലത്ത് കളർ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്കിൻ്റെ ലെവൽ ചെക്ക് ചെയ്യൽ. ഇപ്പോൾ ഇങ്ക് ഇത്ര ഉള്ളൂ എന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ടാങ്കിൽ പകുതി ഉള്ളൂ എന്നുള്ളതാണ്. ഫുള്ളായി കഴിഞ്ഞ് ഇതേപോലെ ഫുൾ ബ്ലാക്ക് ഷെയ്ഡിങ് ആയിട്ടുണ്ടാവും. അത് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ ഇതേപോലെ ഒഴിവാക്കുക. എന്നിട്ട് ആദ്യം ഈ ഒരു ടോപ്പ് ക്ലോസ് ചെയ്യണം. ടോപ്പ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് മെയിൻ ടോപ്പും ക്ലോസ് ചെയ്യണം. വീണ്ടും പറയുന്നു, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ഇങ്ക് ലെവൽ എപ്പോഴും നിങ്ങൾ ഇതേപോലെ ഫിസിക്കലായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്സൻ്റെ ഈ മോഡൽ പ്രിൻ്ററിൽ 2 വഴിയിലൂടെ പേപ്പർ പിക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കാസറ്റ് ട്രേയും, പിന്നെ ഒന്ന് പ്രിൻ്ററിൻ്റെ പിറകുവശത്ത് കാണുന്ന ഈ ഒരു സിംഗിൾ റിയർ ഫീഡ് ട്രേയുമാണ് വരുന്നത്. നിങ്ങൾക്ക് സെറ്റിങ്സിലൊക്കെ പോകുന്ന സമയത്ത്, പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സെറ്റിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കൊടുത്ത പേപ്പർ കാസറ്റ് ട്രേയാണ് നമ്മൾ ഫ്രണ്ടിൽ ആദ്യം കണ്ടത്. പിന്നെ റിയർ പേപ്പർ ഫീഡ് സ്ലോട്ടാണ് നമ്മൾ പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് കണ്ടതുമാണ്. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കാണുന്ന ഈ ട്രേ ഓപ്പൺ ചെയ്യുക. ഫ്രണ്ടിൽ ഈ കാസറ്റ് ട്രേക്കുള്ള ഗുണം എന്ന് വെച്ചാൽ കൂടുതൽ പേപ്പർ ഇതിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ സാധിക്കും. കണ്ടില്ലേ? അതേപോലെ പേപ്പർ വെക്കുമ്പോൾ ഈ ലിവർ, ബ്ലൂ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കറക്റ്റായി വെച്ചതിന് ശേഷം പേപ്പർ ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ബ്ലൂ ലിവർ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ കാസറ്റ് ട്രേ ഉള്ളിലോട്ട് പോയി ലോക്കാക്കി വെക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയിൽ ഇതേപോലെ ഒരു കമാൻഡ് വരുന്നുണ്ടാവും. അതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേപ്പർ ടൈപ്പ് ഏതാണെന്നുള്ളതും ഏത് സൈസാണെന്നുള്ളതും ജസ്റ്റ് കൺഫേം കൊടുക്കുക. പിന്നെ ഈ പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് കാണുന്ന ഈ ഒരു റിയർ ഫീഡ് സ്ലോട്ട് ഇതേപോലെ ലിവർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഗുഡ് പേപ്പർ തന്നെ വെക്കണം. ഇത് ഇതിനെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 80 GSM മുകളിലുള്ള പേപ്പർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഫ്രണ്ടിലെ കാസറ്റ് ട്രയൽ ഒരിക്കലും 80 GSM മുകളിലുള്ള പേപ്പർ വെക്കരുത്. അത് ബെൻഡ് ആവാനും ജാം ആവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 2 വഴിയിലൂടെ നിങ്ങൾക്ക് പേപ്പർ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മോഡൽ പ്രിൻ്ററിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം? ജസ്റ്റ് നമുക്ക് സ്കാനർ ഡോർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഏതാണോ അതെടുക്കുക. അതിന് ശേഷം വെക്കേണ്ട പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കറക്റ്റ് ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് തന്നെ വെക്കാൻ പാടുള്ളൂ. ഒരിക്കലും മറ്റ് കോർണറുകളിലൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് ഭാഗം കട്ടായി പോകുന്നതാണ്. അപ്പോൾ ഈ ആരോ മാർക്ക് കൊടുത്ത കോർണറിലേക്ക് നമ്മളെ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് ശേഷം ഈ ഡോർ ക്ലോസ് ചെയ്യുക. ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ജസ്റ്റ് ഈ ഹോം ബട്ടൺ അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാൻഡ് ഉപയോഗിക്കേണ്ടത് ഈ കോപ്പി എന്നുള്ള ഇതാണ്. അത് ഓക്കെ എന്നുള്ള എടുത്ത് അത് ഓപ്പൺ ചെയ്യുക. താഴോട്ടും മുകളിലോട്ടും ആരോ മാർക്ക് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്പർ ഓഫ് കോപ്പീസിന് വേണ്ടിയിട്ടാണ്. എത്ര കോപ്പീസ് വേണമെന്നുള്ളത് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് വരുന്നതാണ്.
അതിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ ID കാർഡ് കോപ്പി ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടുത്ത ഫോട്ടോസ്റ്റാറ്റ് പ്രിൻറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. കണ്ടില്ലേ? നമുക്ക് ആ 2 ഡോക്യുമെൻറ്റും കമ്പയർ ചെയ്ത് നോക്കാം. ഏകദേശം സെയിം ക്വാളിറ്റി തന്നെയാണ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്കാൻ ചെയ്യാൻ ആദ്യം നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാനർ ഗ്ലാസ്സിലേക്ക് വെക്കണം. ഇതാണ് എനിക്കിപ്പോൾ സ്കാൻ ചെയ്യാൻ ഞാൻ സാമ്പിളായിട്ട് എടുത്ത ടെസ്റ്റ് പേജാണത്. നിങ്ങൾക്കിവിടെ സ്കാനർ ഗ്ലാസിൻ്റെ ഇവിടെ കാണാൻ കഴിയും, ഒരു ആരോ മാർക്ക് കണ്ടില്ലേ? അപ്പോൾ ആ സൈഡിലേക്ക്, ആ എൻഡിലേക്ക്, കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. മറ്റ് സൈഡിലൊന്നും കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കാൻ പാടില്ല. അങ്ങനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും ഭാഗം കട്ടായി പോകുന്നതാണ്. ഇവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് എപ്സൺ സ്കാൻ 2 ആണ് എപ്സൻ്റെ പുതിയ വെർഷൻ സോഫ്റ്റ്വെയർ വരുന്നത്, സ്കാനർ സോഫ്റ്റ്വെയർ വരുന്നത്. ജസ്റ്റ് ഈ ഫോൾഡറിൽ കണ്ടില്ലേ? അതിന് പഴയ എപ്സൺ സ്കാൻ എന്ന സോഫ്റ്റ്വെയർ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇതിൽ സപ്പോർട്ടഡ് അല്ല. എപ്സൺ സ്കാൻ 2 എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് മുമ്പ് എടുത്തൊരു പ്രിവ്യൂ ആണ്, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, പ്രിൻ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെൻറ്റ് സൈസ് ഏത് സൈസിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡോക്യുമെൻറ്റ് സൈസ് ആകെ സ്കാനർ ഗ്ലാസ് മാത്രമേ വരുന്നുള്ളൂ. ഇമേജ് ടൈപ്പ് ഇതിൽ ഓട്ടോ ഉണ്ട്, കളറുണ്ട്, ഗ്രേ സ്കെയിൽ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ഓട്ടോയിൽ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കളറിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുത്താൽ ഭയങ്കര ഷാർപ്പായിട്ടാണ് ഉണ്ടാവുക. പിന്നെ റെസൊല്യൂഷൻ, കുറേ സൈസ് റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്പീഡ് കുറയും, സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടും. റെസൊല്യൂഷൻ കുറയും തോറും സ്കാൻ ചെയ്യുന്ന സ്പീഡ് കൂടും, ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഒരു ആഡ് പേജസ്, അതായത് നിങ്ങൾക്ക് കൂടുതൽ ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ഫയലിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ എന്നുള്ളത് കൊടുത്താൽ മതി. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ അതിൻ്റെ താഴെ ഇമേജ് ഫോർമാറ്റ്, ഏത് ടൈപ്പ് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്, അതായത് JPEG ആയിട്ടാണോ PDF ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫയൽ നെയിം എന്ത് പേര് കൊടുക്കണം, സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്ത് പേരാണോ വേണ്ടത് എന്നുള്ളത്. അതിനുശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഈ കാണുന്ന ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷനാണ് ചോദിക്കുന്നത്. ഇവിടെ ഇത്രയും ലൊക്കേഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ സെലക്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഫയൽ മാനേജർ ഓപ്പൺ വരും. ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ലൊക്കേഷൻ കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ പ്രിവ്യൂ സ്കാന്, പ്രിവ്യൂ പറഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ കാണാൻ കഴിയും, ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് സ്കാനിന് ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഡോക്യുമെൻറ്റ് വെക്കുന്നു, അതിൻ്റെ നെക്സ്റ്റ് കാണുന്ന സ്കാൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് സ്കാൻ ആവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി സെറ്റിങ്സ് അഡ്വാൻസ്ഡായി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളെ പ്രിവ്യൂ ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൗസിൻ്റെത് പ്ലസ് എന്നുള്ളതിലായി. നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സേവ് ആവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല, സ്കാൻ കൊടുക്കുമ്പോൾ മാത്രമേ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആവുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും അത് വിട്ടു പോകുന്നുണ്ട്. യെസ്, നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ജസ്റ്റ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സ്കാൻ ചെയ്തത് കാണാൻ സാധിക്കുകയുള്ളൂ. കണ്ടില്ലേ? നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ ഇപ്പോൾ സ്കാനായി വന്നിട്ടുള്ളൂ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സെലക്ഷൻ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറേസ് എന്നുള്ളത് അല്ലെങ്കിൽ ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആ സെലക്ഷൻ റിമൂവ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡോക്യുമെൻറ്റിലും ഇതേ പ്രശ്നമുണ്ടാവും. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഫുൾ പേജ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് സേവ് ആവുന്നതാണ്. യെസ്, ആ ഫയൽ അവിടെ വന്നിട്ടുണ്ട്. 001 എന്നുള്ള പുതിയ പേരിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫുൾ ഡോക്യുമെൻറ്റ് A4 ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ആ പേജസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത്, ഈ ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറഞ്ഞു തരാനുള്ളത്. അതായത് നമുക്കൊരു PDF ഫയലിൽ 1, 2 അങ്ങനെ കൂടുതൽ പേജസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ സ്കാൻ എന്നുള്ളത് സ്കാനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും.
യെസ്, കണ്ടില്ലേ? ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ 4 ഓപ്ഷൻ വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ്, സേവ് 2 ഓപ്ഷനാണുള്ളത്. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ സ്കാൻ ചെയ്തതിൻ്റെ പിറകുവശം അല്ലെങ്കിൽ നെക്സ്റ്റ് പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെച്ചതിന് ശേഷം വീണ്ടും ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്കാൻ ആവുന്നതാണ്. സേവ് അതിന് ശേഷം ലാസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് സേവ് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആഡ് എന്നുള്ളത് കൊടുത്തു, ഒരു ഡോക്യുമെൻറ്റ് വെച്ചതിന് ശേഷം ആഡ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ വീണ്ടും സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് സേവ് എന്നുള്ളത് കൊടുക്കുക. സ്കാനിങ് നടന്നു. പിന്നെ ഇതേപോലെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പേജ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ളത് കൊടുക്കുക. അല്ല അത് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് എന്നുള്ളത് കൊടുക്കാൻ വിട്ടുപോയത്, സേവ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫയൽ സേവ് ആയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 2 പേജ് ഉണ്ടാവും, കണ്ടില്ല? മേലെ എഴുതിയിട്ട് തന്നെ ഉണ്ട്, മുകളിൽ എഴുതിയിട്ട് തന്നെ ഉണ്ട് 1 of 2 എന്നുള്ളത്. ഇവിടെ 1 of 2 എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 പേജസ് ഉണ്ട്. ഇത് ഫസ്റ്റ് പേജ്, ഇത് സെക്കൻഡ് പേജ്. ഞാൻ സെക്കൻഡ് പേജിന് വേണ്ടിയിട്ട് ഞാൻ തല തിരിച്ചാണ് വെച്ചത്, അതുകൊണ്ടാണ് തല തിരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. കണ്ടില്ല, ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ആണുള്ളത്. ജസ്റ്റ് ഒരു നമ്മൾ കീബോർഡിൽ എന്തൊക്കെയൊന്ന് ടൈപ്പ് ചെയ്ത ഡോക്യുമെൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ ഒന്നെങ്കിൽ Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഈ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ് ഓപ്ഷന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേരൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ പ്രിൻറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ അടുത്ത് കോപ്പീസ് ഉണ്ടാവും, എത്ര കോപ്പി വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻ്ററിലേക്ക് പ്രിൻറ്റ് കമാൻഡ് ചെല്ലുന്നതാണ്. ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രിൻറ്റ് ഈ Ctrl+P അല്ലെങ്കിൽ ഈ പ്രിൻറ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. അതിൽ നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നതുണ്ട്. അതിൻ്റെ താഴെ കുറേ സെറ്റിങ്സുകളൊക്കെ കാണാൻ കഴിയും. ഈ സെറ്റിങ്സ് പറഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ സെറ്റിങ്സ് ആണ്. പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് നമുക്കതിൻ്റെ മുകളിൽ ആ പേരിൻ്റെ താഴെയായിട്ട് നീല കളറിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം ഈ വേർഡിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോൾ കൂടുതൽ പേജസ് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ആണെന്നുള്ളതിന് പകരം അതിൻ്റെ താഴെ പേജസ് എന്നുള്ള അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഏതൊക്കെ പേജാണ് വേണ്ടത് എന്നുള്ളത്. അതേപോലെ ഇത് ഏത് സൈസ് പേപ്പറാണെന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണുള്ളത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ, അങ്ങനെ ചെറിയൊരു സെറ്റിങ്സ് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റർ സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിലാദ്യം വരുന്നത് പേപ്പർ ചോയ്സ്, എവിടെ നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ 2 മെത്തേഡ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ കാസറ്റ് ട്രൈയും പിറകിലെ റിയർ ഫീഡ് ട്രൈയും വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഡോക്യുമെൻറ്റ് സൈസ് ഏത് സൈസ് ഡോക്യുമെൻ്റാണ് വേണ്ടത് എന്നുള്ളതാണ്. A4 പേപ്പറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ A4 എന്നുള്ളത് സെലക്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ A3+ കാണിക്കുന്നുണ്ട്, അതൊന്നും പ്രിൻറ്റ് ചെയ്ത് വരില്ല ആ കാര്യം. കാരണം ഈ മോഡൽ പ്രിൻ്റർ A4 മാത്രമേ പ്രിൻറ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണമെന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ പേപ്പർ ടൈപ്പ്, നമ്മൾ കാസറ്റിൽ അല്ലെങ്കിൽ ട്രയൽ ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചിട്ടുള്ളത് അതിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്, ഡ്രാഫ്റ്റ്, ഹൈ, 3 ക്വാളിറ്റിയാണ് വരുന്നത്. ഡ്രാഫ്റ്റ് ആകുമ്പോൾ കൂടുതൽ ഫാസ്റ്റ് പ്രിൻറ്റിങ് കാരണം പക്ഷേ ലോ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഹൈ ആകുമ്പോൾ സ്ലോ പ്രിൻറ്റിങ് കാരണം പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏതാണ് നോർമൽ, എല്ലാവരും ഈ മോഡൽ പ്രിൻ്ററിൽ സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. അതേപോലെ പേപ്പർ ടൈപ്പും നമുക്ക് പ്ലെയിൻ പേപ്പറാണ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മോഡൽ പ്രിൻ്ററിന്. പിന്നുള്ളത് ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ 2 സൈഡ് പ്രിൻ്ററിൻ്റെ ഓപ്ഷനാണ്. അതിൽ ഓഫിലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ടാവും, ലോങ് എഡ്ജ്, ഷോർട്ട് എഡ്ജ് എന്നുള്ളത്. ലോങ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുക്ക്, ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന പോലെ ആയിരിക്കും. അടുത്ത പേജ് നേരെ നെക്സ്റ്റ് പേജ് തിരിച്ച് വെച്ചാൽ മതി. പക്ഷേ ഷോർട്ട് എഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രണ്ട് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ തിരിച്ച് പിടിക്കണം, തല കുത്തനെ പിടിക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അതേപോലെ ചെയ്യണം. അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് അതിന് ശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഈ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് കമാൻഡ് വന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഡ്യൂപ്ലെക്സ് എനേബിൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫ്രണ്ട് പേജ് പ്രിൻ്റ് ചെയ്താണ്ട് പിന്നെയും പേപ്പർ തിരിച്ച് ഉള്ളിലോട്ട് ഇൻസേർട്ട് ആയത്. എന്നിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളെ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.